നിങ്ങളിപ്പോൾ കാണുന്നത് കേരളത്തിൽ വളരെയധികം വിവാദങ്ങളിൽപ്പെട്ട പക്ഷേ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു ടോൾ പ്ലാസയാണ്. ഇത് മറ്റെവിടെയുമല്ല, തൃശ്ശൂരിലാണ്. അതെ, പാലിയേക്കര ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. ഞാൻ പാലിയേക്കര ടോൾ പ്ലാസയെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ ഒരു പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്നത്. കാറുകൾ, ബസ്സുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ധാരാളം വാഹനങ്ങൾ, അങ്ങനെ ആയിരക്കണക്കിന് വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ ഈ ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ടോളും അടക്കുന്നുണ്ട്. ക്വിക്ക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ആവറേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു ടോൾ എമൗണ്ട് 300 രൂപയാണ് എന്നിരിക്കട്ടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. എക്സാക്ട്ലി 300 രൂപ ആവണമെന്നില്ല, പക്ഷെ ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. 300 രൂപ ടോൾ. ഏകദേശം 60,000-ഓളം വാഹനങ്ങൾ ഒരു ദിവസം ഈ ടോൾ പ്ലാസ വഴി ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 60,000 × 300 എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം 1,80,00,000 രൂപയോളം ഈ ഒരു ടോൾ പ്ലാസയിൽ വന്ന് വീഴുന്നുണ്ടാകാം. ഒരു മാസം ഇത് ഏകദേശം 54 കോടി രൂപയായിരിക്കും. ഒരു വർഷമാകുന്ന സമയത്തോ 648 കോടിയോളം രൂപ. ഇത് പാലിയേക്കര ടോൾ പ്ലാസിന്റെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ടോളുകൾ ഹൈവേയിൽ ഉടനീളമായിട്ടുണ്ട്. ഈ ടോൾ പ്ലാസകളിൽ ഭൂരിഭാഗം ടോൾ പ്ലാസകളും ഇത്തരത്തിൽ വലിയ വലിയ എമൗണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഹൈവേയുടെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം, പക്ഷേ അതല്ല യാഥാർത്ഥ്യം. ഒരു സാധാരണ നിക്ഷേപകന് എങ്ങനെയാണ് ഇന്ത്യയിലെ ഹൈവേയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്താണ് അതിന്റെ പ്രോസസ്സ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാഷ്. പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇൻവെസ്റ്റർമാർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ, ഈ ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ് പീരിയോഡിക് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റോഡുകളും പാലങ്ങളും ഒന്നും ഇല്ലാതെ ഇപ്പോൾ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അനുദിനം വാഹനപ്പെരുപ്പം കൂടുന്നു, അതുപോലെ തന്നെ ജനപ്പെരുപ്പം കൂടുന്നു. ഇവർക്കെല്ലാം സൗകര്യപ്രദമായിട്ട് ജീവിക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈവേകളും റോഡുകളും പാലങ്ങളും എല്ലാം അനുദിനം കൂടി വരികയാണ്. അവയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് സർക്കാരുകൾ. ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് വേണ്ടത്? അതിന് അനുസൃതമായിട്ടുള്ള ഫണ്ട് വേണം, അല്ലെ? ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിച്ച് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആക്സലറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് PPP അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഇതിന്റെ ആശയം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനുകൾ അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്തതിനു ശേഷം അത് പ്രൈവറ്റ് കമ്പനികൾക്ക്, അതായത് പാലം നിർമ്മിക്കാനും റോഡ് നിർമ്മിക്കാനും ഇത്തരത്തിൽ ഹൈവേ വികസനത്തിനുമെല്ലാം അത് പ്രൈവറ്റ് കമ്പനികളെയാണ് പ്രധാനമായിട്ടും ഏൽപ്പിക്കുന്നത്. അത് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടുള്ള കോൺട്രാക്ട് ലഭിക്കുന്ന പ്രൈവറ്റ് കമ്പനികൾക്കാണ്. ഇനി നമ്മൾ ഹൈവേയിലേക്ക് വരുന്ന സമയത്ത്, ടോളുകളിലേക്ക് വരുന്ന സമയത്ത്, ഈ പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ടോൾ കളക്ഷൻ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ടോൾ പ്ലാസ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഹൈവേ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടോൾ പ്ലാസ ഉള്ള റോഡ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഈ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തമായിട്ട് വരിക. ഭൂരിഭാഗം കേസുകളിലും ഒരു കമ്പനിയെ ഈ ഒരു റോഡ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോൺട്രാക്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് 15-20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ അത്രയും ഡ്യൂറേഷനിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ഈ ഒരു കോൺട്രാക്ട് കൊടുക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കമ്പനിയുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടോളിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ തന്നെ ആയിരിക്കും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ചെറുകിട ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രക്ചർ വഴിയാണ് ഇതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻവിറ്റ്സ് എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. അതായത് INVITS. 2014 സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി ആണ് ഈ ഒരു ഇൻവിറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അതുവഴി ഫണ്ട് റേസ് ചെയ്യാൻ, ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്, അതായിരുന്നു ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഗോൾ. ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട അസറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ടോൾ റോഡുകളും ഹൈവേകളും, 2 പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകളിൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ, ഇതിലൊക്കെയാണ് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും പറ്റുന്നത്. ഈ ഇൻവിറ്റ്സുകളിൽ പലതും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ യൂണിറ്റുകൾ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും സ്റ്റോക്കുകൾ പോലെ.
ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകൾ, ഞാൻ മുകളിൽ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ടോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ട്രസ്റ്റിൽ യൂണിറ്റ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന ഇൻകത്തിന്റെ ഒരു ലാർജ് പോർഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇയാൾക്ക് വരുമാനം ലഭിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകളിൽ നിന്നും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പീരിയോഡിക് ആയിട്ടുള്ള ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് ഇൻവിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം അട്രാക്റ്റീവ് ആയിട്ട് തോന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഒരു ഹൈവേ ഇൻവിറ്റിന്റെ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവിറ്റ് ഫണ്ടാണ് IRB ഇൻവിറ്റ് ഫണ്ട്. 2017 ഇത് ലോഞ്ച് ചെയ്തത്. ഇത് സ്പോൺസർ ചെയ്യുന്നത് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ആണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈവേ ഡെവലപ്മെന്റ് കമ്പനികളിൽ ഒന്നാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട്, പഞ്ചാബ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു ഇൻവിറ്റിന്റെ നിരവധി റോഡുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ആണ് ഈ ഒരു ഹൈവേ ഓൺ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ള ഒരു കോൺട്രാക്ട് ഇവർക്കാണ് ലഭിക്കുന്നതെങ്കിൽ, ഈ ഒരു IRB ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെയും നിങ്ങളെയും പോലെയുള്ള റീറ്റെയിൽ ആയിട്ടുള്ള നിക്ഷേപകർക്ക് ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോളിൽ നിന്നും ഈ കമ്പനിക്ക് ലഭിക്കുന്ന എമൗണ്ടിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ പോർഷൻ ഓഫ് റവന്യൂ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നു. അതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് ഇൻകം ലഭിക്കുന്നത് എന്ന്. അത് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഒരു ഇൻവിറ്റിന്റെ ഒരു യൂണിറ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഒരു ട്രസ്റ്റിന്റെ യൂണിറ്റ് ഹോൾഡറായി മാറുന്നു. ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉടമസ്ഥത കൈവരിച്ചിരിക്കുന്ന ട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് വരുമാനം ലഭിക്കുകയാണെങ്കിൽ, ഈ യൂണിറ്റ് ഹോൾഡർമാർക്ക് ആ വരുമാനത്തിൽ നിന്നുള്ള ഒരു വിഹിതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പീരിയോഡിക്കൽ ആയിരിക്കും. ചിലപ്പോൾ ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴാകാം. അതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴും വേരിയബിൾ ആയിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു പീരീഡ് പറയാൻ പറ്റില്ല. പല ഇൻവെസ്റ്റർമാർക്കും ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകൾ സ്വാഭാവികമായിട്ടും റെക്കറിംഗ് റവന്യൂ കൊണ്ടുതരുന്ന ഒന്നാണ്. അതുപോലെ പ്രൊജക്ടുകളുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ കൂടിയ ഡ്യൂറേഷൻ ആയിരിക്കും. മാത്രമല്ല പീരിയോഡിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ലഭിക്കുന്നു. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്നുള്ള റവന്യൂ ഗ്യാരണ്ടീഡ് അല്ല. അതുപോലെ തന്നെ അസറ്റിന്റെ പെർഫോമൻസിന് അനുസരിച്ചായിരിക്കും റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ റവന്യൂ നമുക്ക് ഉറപ്പാക്കി തരുന്നത്. മറ്റു ചില ഇൻവെസ്റ്റർമാർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സ്ട്രാറ്റജി അവർ പ്രയോഗിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന ഇൻകം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന റവന്യൂ അവർ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം അവർ ആ ഒരു എമൗണ്ട് കൂടുതൽ യൂണിറ്റ് വാങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു പീരീഡിന് ശേഷം ഇതൊരു കോമ്പൗണ്ടിങ് എഫക്ട് ഇതിലേക്ക് വരുന്നു. അതായത് കൂടുതൽ യൂണിറ്റ് വാങ്ങുന്ന സമയത്ത് കോമ്പൗണ്ടിങ് ആയിട്ട് വലിയൊരു എമൗണ്ട് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നു. ഇത് സ്റ്റോക്കുകളിൽ ഡിവിഡൻഡുകൾ റീഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ഒരു പ്രോസസ്സിന് സമാനമാണ്. എന്നിരുന്നാലും മാർക്കറ്റ് പ്രൈസ് മൂവ്മെന്റ്, അസറ്റിന്റെ പെർഫോമൻസ്, ഫ്യൂച്ചർ ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ റിസ്ക് ഫ്രീ ആണ് എന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഹൈവേയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ടോൾ പ്ലാസയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ട്രാഫിക്കിൽ ഉണ്ടാകുന്ന മാറ്റം, നമുക്ക് ഉദാഹരണത്തിന് കോവിഡ് കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എന്തായാലും ഈ ട്രാഫിക് അധികം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സോ ഇത്തരത്തിൽ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ ജനറേഷനിലും റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പോളിസിയിലും റെഗുലേറ്ററിലും ഒക്കെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ, മാത്രമല്ല മാർക്കറ്റിന്റെ വോളറ്റാലിറ്റി യൂണിറ്റ് പ്രൈസിനെ എഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള റിസ്ക് എലമെന്റ് എല്ലാം നിങ്ങൾ പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇൻവെസ്റ്റ് യൂണിറ്റുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ യൂണിറ്റ് പ്രൈസുകൾ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പൂർവ്വകാല പെർഫോമൻസ് ഫ്യൂച്ചർ റിസൾട്ട് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർമാർ പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിനെയും റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റിയെയും അനുസരിച്ച് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, വരുന്ന ഡെക്കേഡുകളിൽ, അതായത് വരുന്ന ദശകങ്ങളിൽ ഇന്ത്യയിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഇവയെല്ലാം ആകാം. അതുപോലെ തന്നെ ചരക്കുകൾ കയറ്റി അയക്കുന്ന കോറിഡോറുകൾ, മാത്രമല്ല പുനരുൽപ്പാദിപ്പിക്കുന്ന എനർജി, അതിന്റെ പ്രോജക്റ്റുകൾ, റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ, അത്തരത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദശകങ്ങളിൽ ഈ ഒരു കാര്യങ്ങൾ ഫോർസി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കാലേക്കൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് ആളുകൾ കൂടുതൽ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഇതിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച്, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ, ഇതെല്ലാം വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ കാലുവെക്കാൻ പാടുള്ളൂ. സോ നമ്മൾ സംസാരിച്ചത് ഹൈവേ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പദ്ധതികളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന സമയത്ത് ആദ്യം ചെറുതായിട്ട് നമ്മളൊന്ന് അതിശയിച്ച് പോകും. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകളിൽ അത് ഡയറക്റ്റ്ലി ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇൻവെസ്റ്റ് പോലെയുള്ള സ്ട്രക്ചറുകളിലൂടെ. അതിന് സാധ്യമാക്കുകയാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്. എങ്കിൽ പോലും എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളിലും റിസ്ക് ഇൻവോൾവ് ആണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ അല്ല. ഇൻവെസ്റ്റ്മെന്റ് കോൺസെപ്റ്റിന്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.